അതെ, ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി പത്രം വരുത്തുന്നത് ഇന്ന് മുതലങ്ങ് നിർത്തി. പത്രം നിർത്തിന്നോ? ആരോട് ചോദിച്ചിട്ട് നിർത്തി? ആരത് വേണ്ടെന്ന് പറഞ്ഞേ? ഇതുവരെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത് ചന്ദ്രികയാ. പത്രത്തിന്റെ പൈസ കൊടുക്കുന്നത് മാധവനും. അതുകൊണ്ട് മാധവനുമായിട്ട് ആലോചിച്ച് പത്രം വരുത്തൽ നിർത്തി ചന്ദ്രിക. അതിന്റെ വോളി ഒന്ന് കുറയ്ക്കും. ഒരുമാതിരി വൃത്തികെട്ട ഏർപ്പാട് കാണിക്കരുത്. എനിക്ക് ന്യൂസ് കാണണം. TV കാണുന്നതൊക്കെ കറണ്ട് ചാർജ് കൂടും. വല്ല ലൈബ്രറിയിലോ ക്ലബിലോ ഒക്കെ പോയി TV കാണ്. അതാകുമ്പോ നമ്മുടെ കറണ്ട് ചെലവാവില്ലല്ലോ. കണക്കും വെക്കണ്ട. റിമോട്ടിങ് താടാ ഇങ്ങോട്ട്. ഏട്ടാ, ഇന്നത്തെ പത്രം വാങ്ങാനുള്ള കാശ് ഹരിത തന്നിട്ടുണ്ട്. പത്രം വാങ്ങിച്ചത് മുറിയിലിരിപ്പുണ്ട്. ഹരിതയുടെ പത്രത്തിന് ഭ്രഷ്ടില്ലെങ്കിൽ ഞാനത് എടുത്തോണ്ട് വരാം. വേണ്ട, അതിനേക്കാൾ ഭേദം ചവറ്റുകൊട്ടിയെന്ന് വേസ്റ്റ് പത്രം എടുത്ത് നോക്കുന്നതാ. എനിക്കൊരു കപ്പ് ചായ വേണം. അച്ചിക്ക് ചായക്കടയായിരിക്കും. എന്റെ കൃഷ്ണ, അതെനിക്ക് ഏതായാലും ഇഷ്ടമായി. ഹരിത കലക്കി. സുചിത്രേ, ചായ. എന്താ നോക്കുന്നത്? ചായ. ചായക്കുള്ള തേയിലപ്പൊടിയും പഞ്ചസാരയും പാലും ഒന്നും ഇവിടെ ഇല്ല. കാശിന് നിവൃത്തിയില്ലാത്തത് കൊണ്ട് വാങ്ങാനും കഴിഞ്ഞില്ല. ആ വിവരം നിന്റെ ഭർത്താവ് പ്രകാശിനോട് പോയി പറഞ്ഞേക്ക്. എന്നിട്ട് അമ്മ ചായ ആണല്ലോ ഉണ്ടാക്കുന്നത്. അതെ, ഇത് ഹരിതയുടെ കാശിൽ മനോജ് വാങ്ങിക്കൊണ്ടുവന്ന് തന്ന തേയിലയും പഞ്ചസാരയും പാലും ഒക്കെയാണ്. ഇത് അവർക്ക് വേണ്ടി മാത്രം കൊടുക്കാനുള്ള ചായയാണ്. അമ്മ, രാവിലെ എഴുന്നേറ്റ പ്രകാശേട്ടന് ചായ നിർബന്ധം. ഭാര്യയോടല്ലേ ചോദിക്കാൻ പറ്റൂ. ചായ കൊടുത്തില്ലെങ്കിൽ കടിച്ചു കീറും. അതിന്ന് ഒരു ഗ്ലാസ് ചായ പ്രകാശേട്ടനും കൂടി തരൂ അമ്മ. ആരും അറിയാൻ പോകുന്നില്ല. ആര് പറഞ്ഞറിയാൻ പോകുന്നില്ലെന്ന്? അവര് വാങ്ങിച്ചു തന്ന സാധനങ്ങൾ കൊണ്ട് എത്ര ചായ ഇടാം, എന്ത് ക്വാളിറ്റിയിൽ ചായ ഇടാന്നൊക്കെ മനോജിന്റെ മനസ്സിലുണ്ട്. അത് ഹരിതയ്ക്കും ഉണ്ട്. അതുകൊണ്ട് ഇത് ഷെയർ ചെയ്യാൻ പറ്റില്ല. ലഹളയും ചേരിത്തിരിവും ഒക്കെ ഉണ്ടാക്കാനേ മുന്നിട്ട് നിന്നത് നിന്റെ ഭർത്താവല്ലേ. ഇനി ചായയുടെ അളവിലോ അതിന്റെ ഗുണത്തിലോ വ്യത്യാസം വന്നാലേ ഹരിത വാളെടുത്തുറഞ്ഞ് തുള്ളി ഭദ്രകാളിയാവും. പൂക്കുലയില്ലാതെ വിറച്ചു വിറച്ച് കൂടെ തുള്ളാനേ ആ പെങ്കോത്തിനും കഴിയും. അവര് പിന്നെ ഈ അടുക്കള തന്നെ എടുത്ത് മറിച്ചങ്ങ് വെക്കും. ചായക്കളി എന്ന ദുഷ്പേര് എനിക്കും കിട്ടും. ആ പൊല്ലാപ്പൊക്കെ വേണോ മോളെ? സുചിത്രേ, ചായ എവിടെ? ഈ നേരത്തെ എനിക്കൊരു ചായ നിർബന്ധമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? വന്ന് ഒന്നിന്റെ ഒരു ഉത്തരവാദിത്തമില്ലാതായി തീർന്നിരിക്കുക. ഈ ഫാൻ ആർക്ക് വേണ്ടി ഇട്ടിരിക്കുന്നേ? അതിന്റെ കരണ്ടി അറിഞ്ഞ് ഞാൻ തന്നെ കൊടുക്കണ്ടേ?
ചായ റെഡിയായോ അമ്മേ? ദാ, ആഹാ സൂപ്പർ, നല്ല രുചി, നല്ല കടുപ്പം. ആഹാ നല്ല മണം. അപ്പോ ഞാൻ തന്ന സാധനങ്ങളൊന്നും അമ്മ അടിച്ചു മാറ്റിയില്ലാന്ന് സാരം. ഇതെന്താ ബാക്കിയിരിക്കുന്നത്? ഒന്ന് ബാക്കി വെക്കാൻ പാടില്ല. കഴുകി വെച്ചേക്കാം, അല്ലേ ശരിയാവില്ല. സുചിത്രേ, ചായ കൊണ്ടുവാ. ആ. ഏട്ടത്തി, ഏട്ടൻ ചായക്ക് വേണ്ടി തൊള്ള തുറക്കുന്ന കേട്ടില്ലേ? ചായ കൊടുക്കുന്നില്ലേ? എനിക്ക് തോന്നുന്നതേ ചായ കുടിച്ചാലേ പുള്ളിക്ക് പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാ. കഷ്ടം കഷ്ടം. ഓ മൈ ഗോഡ്, പുവർ ബോയ്. ഒരു രക്ഷയില്ല ഏട്ടത്തി. ഏട്ടത്തിയുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആഹാരത്തിന് കണക്ക് പറഞ്ഞ ആ പ്രകാശേട്ടന് ഇതിന്നൊരു തുള്ളി ചായ പോലും കൊടുക്കാൻ പറ്റത്തില്ല. ഏടത്തി, ഏടത്തി വേണമെങ്കിൽ ഹരിതയുടെ ചായ ഒരു കവള് കുടിച്ചു. അവൾ അത് അറിയാൻ പോകുന്നില്ല. കണ്ടല്ലോ അമ്മേ, ഒരു സഹായം ചെയ്യാന്ന് വെച്ചപ്പോ ചെയ്യുന്നു. ഇതാ ഞാൻ ആർക്കൊരു സഹായം ചെയ്യാത്തത്. ചായേ ചായ ചായേ ചായേ. സുചിത്രേ, ചായ. സുചിത്രേ, ചായ. ചായേ ചായ ചായേ ചായേ ചായ ചായ. ഇതേ ഈ കമ്പാർട്ട്മെന്റിലേക്കുള്ള ചായയല്ല, ഇത് ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്കുള്ള ഹരിത സ്പെഷ്യലാ. ചായേ. ഹരിമോള് ചായ കുടിക്കും. ചായ എങ്ങനെയുണ്ട്? സൂപ്പർ. ഇതെന്റെ ഹരിമോൾക്ക് വേണ്ടി പ്രത്യേകം ഇട്ട ചായ, സ്പെഷ്യൽ ടീ. താങ്ക് യു മനോജ്. വെൽക്കം ഹരിതക്കുട്ടി. മോളെ, നമുക്കേ നമ്മുടെ മുറിയിൽ പോയിരുന്ന് ചായ കുടിക്കാം. ഭാഗ്യം, അതും പൊട്ടി. ഹരിമോളെ, ഇവിടെ ചായ കിട്ടാത്ത ചില എംബോക്കികളുണ്ട്. ചിലപ്പോ കൊതുവിട്ടാലോ? മനോജേ, ഞാൻ ഏട്ടനോട് സംസാരിച്ചോ? മോളെ, ഇനി ഇവിടെ നിന്ന് സംസാരിച്ചാലേ വയറിളകി ചാകും. ഭഗവാനെ, ചില്ലറ കൊതിയൊന്നുമല്ല. മോള് വാ, നല്ല ചൂട്. ചായ വിട്ടടി. ചോദിച്ചു കേട്ടില്ലേ? നിന്റെ വായിലെന്താ പഴം മുഴുകി വെച്ചിരിക്കണോ? കേട്ടു, പക്ഷെ മറുപടി പറയാൻ എനിക്ക് മനസ്സില്ല. എടി നിന്നെ ഞാൻ തൊട്ടു പോരു തന്നെ. എന്നെ ഇടിച്ചു പിഴിഞ്ഞ ചായ കിട്ടുമെങ്കിൽ പിഴിഞ്ഞോ. ചായക്ക് വേണ്ട കാര്യങ്ങള് മുൻകൂട്ടി കൊടുത്തിട്ടാ മനോജിന് ചായ കിട്ടിയത്. ചേരിതിരിവുണ്ടാക്കുന്നവർക്ക് ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ പണം മുടക്കണം. അടുക്കളക്കാരിയുടെ മോൾക്ക് അടുക്കള സാധനങ്ങൾ പടച്ചുണ്ടാക്കാനുള്ള ജാലി വിധിയൊന്നും അറിയില്ല. ചായ വേണമെങ്കിൽ പണം കൊടുത്ത് കടയിൽ പോയി കുടിക്കും. മോളെ, TV കണ്ടോണ്ടിരുന്നപ്പോ ടിവിയും ഫാനും ഒക്കെ ഓഫ് ചെയ്ത് ഇവൻ ഞങ്ങളെ നാണം കെടുത്തി. അതിന്റെ ഫലമാടാ നിനക്ക് ഇപ്പൊ കിട്ടിയത്. നീ ഇപ്പൊ നാണം കെട്ടില്ലേ? നീ ഇനി മിണ്ടിയാൽ കൊന്നുകളയും ഞാൻ.
നീ സമാധാനപ്പെടും മോളെ. ഭാര്യമാരായ ഇങ്ങനെ തുറന്നു പറയേണ്ടടുത്ത് തുറന്നു തന്നെ പറയണം. പ്രകാശനെ നോവിക്കുന്നത് എനിക്കിഷ്ടമുണ്ടായിട്ടാണോ? എന്നാലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. പ്രകാശേട്ടന് കൊടുക്കാനെങ്കിലും കുറച്ച് ചായ തരണമെന്ന് ഞാൻ അമ്മയോട് കേൻ അപേക്ഷിച്ചതാ. തന്നില്ല. ഒരു ഭാര്യയുടെ ധർമ്മം പാലിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടാവില്ലേ? ചന്ദ്രിക ഭാര്യയാണടി, മാധവനും ചായപ്രിയനാ. ഇന്ന് ഒരു തുള്ളി വെള്ളം പോലും അവള് മാധവന് കൊടുത്തിട്ടില്ല. ഭാര്യയുടെ ധർമ്മം പാലിക്കാത്തതിന്റെ ദുഃഖം നീ കരഞ്ഞു തീർക്കുന്നു. ഗൃഹനാഥയായി അവൾക്ക് കരയാൻ പോലും പറ്റില്ല. എല്ലാ കണ്ണുനീരും അവൾ ഒറ്റയ്ക്ക് കുടിച്ചു തീർക്കുക. എന്റെ മരുമോളുടെ ധർമ്മസങ്കടം ആരും മനസ്സിലാക്കുന്നില്ല. എന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ഞാൻ പെറ്റ മകനോ ആവതില്ല. സ്നേഹവും തിരിച്ചറിവും വാരി കോരി തന്നിട്ട് നിന്റെ നാക്കും ചെവിയും ദൈവം അങ്ങ് എടുത്തല്ല എന്റെ മോനെ. മോളെ മോള് ദൈവത്തോട് നന്നായി പ്രാർത്ഥിച്ചോ? വീട്ടിലെ അടിയും വരക്കൊക്കെ തീരണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയും പ്രാർത്ഥിച്ചോ? മിടുക്കി. മോളുടെ കാല് ശരിയാക്കി തരണോന്ന് പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. വന്ദനമ്മേ, നമ്മൾ ആ ഡോക്ടറിനെ കാണാൻ പോകുന്നില്ലേ? ഡോക്ടർ കാർത്തിക മാധവനെ. ഏതാ ഈ ഡോക്ടർ കാർത്തിക മാധവ്? ആ ഡോക്ടർ നോക്കിയാ എന്റെ കാലിന്റെ അസുഖം മൊത്തം മാറുമെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം മോളെ. അങ്ങനെയെങ്കിൽ ഈ നരകത്തിൽ നിന്ന് കുറച്ചു നേരം മാറി നിൽക്കാലോ. ഇവിടെ ഇരുന്ന മനുഷ്യന് ഭ്രാന്ത് പിടിക്കും. വന്ദനെ, ദിയമോള് പറഞ്ഞ ഡോക്ടറെ ഒന്ന് പോയി കണ്ടാലോ? രാവിലെ ആകുമ്പോ തിരക്കും കുറവായിരിക്കും. അമ്മേ, നമുക്ക് പോവാം അമ്മേ. പോവാം, പക്ഷെ ഇപ്പൊ എന്റെ കയ്യിൽ അതിനുള്ള പൈസയില്ല മോളെ. ക്യാഷ് വരട്ടെ, എന്നിട്ട് പോ. ഡോക്ടറെ ഒന്ന് കാണുന്നതിന് ലക്ഷങ്ങളൊന്നും വേണ്ടല്ലോ. ഇനി കൺസൾട്ടിങ്ങിന്റെ ഫീസ് ആണെങ്കിൽ എന്റെ കയ്യിലുണ്ട്. അതിനുള്ള കാശ് എന്റെ കയ്യിലും കാണും. എന്നാ പിന്നെ ഇനി വൈകിക്കേണ്ട വന്ദനെ, ഇപ്പൊ തന്നെ പോവാം. ഡോക്ടറിന്റെ ഹോസ്പിറ്റൽ അറിയാലോ അല്ലേ? അറിയാം. ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ചികിത്സ കൊണ്ട് ഗുണം ഉണ്ടാവോ, എത്ര നാൾ ചികിത്സിക്കേണ്ടി വരും എന്നൊക്കെ അറിയാലോ.
മോളെ ഉം, അതെ അമ്മേ. ആഹാ ഇന്ദിരാനഗറിലാ ഡോക്ടർ കാർത്തിക മാധവ് ഉള്ളത്. ഉം. ആള് വലിയ മിടിക്കാണെന്നാ കേട്ടത്. ഡോക്ടറോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ചു മനസ്സിലാക്കണം. എന്റെ മോളുടെ കാല് പെട്ടെന്ന് സുഖാവും. നോക്കിക്കോ, അച്ഛമ്മേ പറയുന്നത്. വന്ദനയോടൊപ്പം ഞാനും പോകുന്നുണ്ട്. എല്ലാവരും കൂടി കൂട്ടുപോവാനേ കുട്ടിയുടെ കാലിന് അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. വന്ദനയോടൊപ്പം ഞാൻ പോയിക്കോളാം. അമ്മ തുടങ്ങി മുഖം കറുപ്പിച്ച് സംസാരിക്കാൻ. എല്ലാവരും അങ്ങനെ കാണിക്കുമ്പോ ഞാൻ മാത്രം എന്തിനാ ചിരിച്ചു മുഖം കാണിക്കുന്നത്? എല്ലാവരും അവരവരുടെ സ്വന്തം കാര്യങ്ങളിലേക്കും ആവശ്യങ്ങളിലേക്കും മാത്രം പിൻവലിഞ്ഞുകൊണ്ടിരിക്കുക. ആശുപത്രിയിൽ പോയി വരുന്നതിന് വേണ്ടേ അതിൻ്റെതായ ചെലവുകളൊക്കെ? ഇനി ആശുപത്രിയിൽ പോയതിന് സുചിത്ര പണം മുടക്കിയെന്നും പറഞ്ഞ് ഇനി അതിന്റെ പേരിലും വേണോ ഒച്ചയും ബഹളവും അവകാശ തർക്കങ്ങളും ഒക്കെ? അമ്മേ, എന്താ ഇങ്ങനെ? സുചിത്രയുടെ കൂടി വേണ്ട. ഭർത്താവില്ലാത്ത നീയേ അച്ഛനെയോ അമ്മയോ കൂടെ കൂട്ടിയാ മതി. ബാക്കിയുള്ളവരൊക്കെ അന്യരാ. വന്ദന, എനിക്കൊരു വിഷമവുമില്ല. നീ സന്തോഷത്തോടെ പോയിട്ട് വാ. മോളുടെ കാല് പെട്ടെന്ന് സുഖമാവട്ടെ. മോളെ, അമ്മയ്ക്ക് ഇന്ദിരാനഗർ വരെ ഒന്ന് പോകേണ്ട കാര്യമുണ്ട്. അമ്മ മോളെ ഹോസ്പിറ്റലാക്കിയിട്ട് അവിടെ പോയിട്ട് വരാം. തിരിച്ച് നമുക്ക് ഒരുമിച്ച് മടങ്ങുകയും ചെയ്യാലോ. എങ്കിൽ അതങ്ങ് പറഞ്ഞു പോരായിരുന്നു അമ്മേ. മറ്റുള്ളവരെ ഇങ്ങനെ വേദനിപ്പിക്കണോ? വേദനിക്കട്ടെ. നീയും ഞാനും മാത്രം അനുഭവിക്കാനുള്ളതാണോ ഈ വേദന എന്നൊക്കെ പറയുന്നത്? നീ വാ, നമുക്ക് പെട്ടെന്ന് പോവാൻ നോക്കാം. വാ. പേടിക്കാനൊന്നുമില്ല. കാലിന്റെ ഫ്രാക്ചറൊക്കെ ഏകദേശം ഭേദമായിട്ടുണ്ട്. ബോൺ പൂർവ്വസ്ഥിതിയിലായിക്കൊണ്ടിരിക്കുന്നു. ഇനി കാലിൽ ബാൻഡേഡ് ഇട്ടേണ്ട ആവശ്യമില്ല. ഫിസിയോതെറാപ്പി ചെയ്തു തുടങ്ങാം. മോളു, കാലൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു ഡോക്ടർ. ഇനി ചിട്ടയായിട്ട് കുറച്ചുനാള് കുറച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്യണം. ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം എത്രയും പെട്ടെന്ന്, കഴിയുമെങ്കിൽ നാളെ തന്നെ. അതിനു വലിയ ചെലവാവോ ഡോക്ടറെ? അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്കൊരു പൈസയും ചെലവാവില്ല. ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ദിയമോളുടെ ചികിത്സാ ചെലവ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ ആരോടും ഒരു സഹായവും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഡോക്ടർ. ചില ചാരിറ്റബിൾ സൊസൈറ്റി അങ്ങനെയാണ്. സഹായം അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഹോസ്പിറ്റലിൽ നിന്നും സഹായത്തിന് അർഹതപ്പെട്ടവരുടെ ലിസ്റ്റ് അവർ ശേഖരിക്കും. എല്ലാ എക്സ്പെൻസും അവർ മീറ്റ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ ദിയമോളുടെ ഭാഗ്യമല്ലേ, അല്ലേ മോളെ? എന്നാ വൈകിക്കണ്ട, നാളെ മുതൽ ഫിസിയോതെറാപ്പി ആരംഭിക്കാം. ശരി ഡോക്ടർ. യെസ് ഡോക്ടർ. അതിനെന്താ, നാളെ രാവിലെ 10 മണിക്ക് ഫിക്സ് ചെയ്തോളൂ. നോ പ്രോബ്ലം, ഞാൻ വന്ന് ചെയ്തു തരാം.
വന്ദനമ്മ എന്തിനാ കരയുന്നത്? എന്റെ കാലിന് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ ആന്റി പറഞ്ഞല്ലോ. ഒന്നുമില്ല മോളെ. കോടീശ്വരനായ രാജീവ് മേനോൻ സാറിന്റെ മോള് ചികിത്സയ്ക്ക് സൗജന്യം പറ്റുന്നു. അതോർക്കുമ്പോ സഹിക്കുന്നില്ല. നാളെ മുതൽ ഫിസിയോതെറാപ്പി തുടങ്ങാം. ലീവ് വേണമെന്ന് പറഞ്ഞ വക്കീൽ അനുവദിക്കോ എന്തോ. ജോലിക്ക് അങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ. ചികിത്സയ്ക്ക് ഞാൻ കൂടെ വേണമെന്നില്ലല്ലോ. അമ്മയോടൊപ്പം ഇട്ടാ പോരെ മോളെ. വേണ്ട, എനിക്ക് വന്ദനമ്മ തന്നെ കൂടെ വരണം. മോളെ, വന്ദനമ്മയ്ക്ക് ജോലിക്ക് പോണ്ടേ? മോള് നല്ല കുട്ടിയല്ലേ? വേണ്ട, വന്ദനമ്മ തന്നെ കൂടെ വരണം. വരാം, വന്ദനമ്മ തന്നെ കൂടെ വരാം. പോരെ? ഉം.